ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നിപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് വൈകുന്നേരം ആയിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് മാങ്ങയും കൂടി ഉണ്ട്. നമുക്ക് ഈ വർഷത്തെ മാങ്ങ തീർന്നു. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ഒരു 4 മാങ്ങ ഉണ്ട്. അത് ഞമ്മക്കില്ലതല്ല കേട്ടോ, അത് പക്ഷികൾക്കും പറവകൾക്കും ഒക്കെ ഉള്ളതാണ്. അപ്പം ഞമ്മക്കില്ലത് കഴിഞ്ഞു. അപ്പോൾ ഇത് തീരല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കുറേ ദിവസമായിരുന്നു അതുകൊണ്ടൊന്ന് ഹൽവ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ജ്യൂസ് അടിച്ചും അതല്ലാത്ത പരിപാടികളൊക്കെ കുറേ ചെയ്തു. ഇനി ഒരു എപ്പോഴേലും ഒന്ന് ഹൽവ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷേ എങ്കിൽ മടിയാണ്. ഇങ്ങനെ ഇന്നിപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ആരും ഇല്ല ഇവിടെ. ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് തന്നെ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം അതിന് വേണ്ടി ഞാൻ ഈ മാങ്ങ ഒരു 3-4 എടുത്തിട്ട് ഒരു നന്ന വലുതും അല്ല എന്നാൽ ചെറുതും അല്ലാത്ത ഒരു ഇടത്തരം മാങ്ങ കേട്ടോ. നല്ല ചുമന്ന കളറാണിത്. പൂണ്ട് കഴിഞ്ഞാൽ നല്ല കളറാണ് കേട്ടോ. ഇതിന് ഭയങ്കര സ്മെല്ലും ഒക്കെ ഉള്ളൊരു മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിക്കണം കേട്ടോ. പിന്നെ ഇത് കോൺഫ്ലവർ സോറി. അപ്പോൾ അത് ഞാൻ നല്ലോണം അരിച്ചിവിടെ വെച്ചിക്കണം. അതും നമുക്ക് വേണം കേട്ടോ. ഞാൻ ഈ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് ഞാൻ കുറച്ച് പിന്നെ നെയ്യ് നല്ലോണം കട്ടയായിക്കാണ്. കാര്യം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇവിടെ നല്ല ഉറുമ്പ് ശല്യമുണ്ട്. അപ്പോൾ ഏത് സാധനം പുറത്ത് വെക്കാനൊന്നും വല്ലാതെ പറ്റില്ല. ഉറുമ്പിന് വല്ല മരുന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ഇടുകൊണ്ടു കേട്ടോ. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കണ മരുന്നല്ലാത്ത വല്ല മരുന്നൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും നീളത്തിലാക്കിയാണ് കേട്ടോ. തേങ്ങ അങ്ങനെയല്ലേ ഹലുവയിലൊക്കെ ഇടുക. അപ്പോൾ അതും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പുമാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ഞാൻ ഈ നെയ്യിലൊന്ന് കോരിയിരിക്കണം. നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനാട്ടോ, അല്ലാതെ വേറെ ഇതിൽ ഇങ്ങനെ ഹലുവ വരകുന്ന സമയത്തൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അപ്പം ഞാൻ ആ ചട്ടിക്ക് തന്നെ ഈ മാങ്ങ അടിച്ചത് ഇട്ടു. നന്നായി ഇളക്കി നമുക്കതൊന്ന് കുറുക്കി എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കാര്യം എന്താ വെച്ചാൽ നമുക്കിത് ഹലുവയാക്കിയാണ് എടുക്കുമ്പോൾ ഒന്നായിട്ട് നെയ്യാണ്ട് ഒഴിക്കരുത്. കുറച്ച് ഇങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് വരും. അപ്പോൾ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇങ്ങനെ നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കട്ടോ. നല്ല മധുരം വേണം, എന്നാലേ ഹലുവയല്ലേ, അപ്പോൾ നല്ലോണം മധുരം വേണം. അപ്പോൾ അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഏലക്കായി അങ്ങനെ ഇഷ്ടമുള്ളോലി അങ്ങനത്തെയൊക്കെ വല്ല ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ കൂട്ടി കൊടുക്കുക. ഞാനതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വെള്ള എള്ളുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അതൊന്നുമില്ല. അപ്പോൾ ഇതിനെ ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. പഞ്ചസാരയൊക്കെ ഇട്ട് മധുരമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇനി നമുക്ക് ഈ കോൺഫ്ലവറിനെ നല്ലോണം വെള്ളം ഒഴിച്ചെങ്ങാണ്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് പോക്കി വെച്ചാണ്ടോ എന്തെങ്കിലുമൊക്കെ വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി അത് നല്ലോണം കട്ടല്ലാതെ ഉടച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ കൈ വെക്കാതെ ഇളക്കണം. ഇത് അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചാൽ പിന്നെ ഒരു ഇതും ഇല്ലാതെ ആവും. അപ്പം നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അത് നമുക്ക് അപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ലോണം ഇളക്കണം കേട്ടോ. എവിടെയും കട്ട പിടിക്കരുത്. നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതും കൂടി വെച്ച് ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ കുറേ സമയമൊന്നും വേകാനൊന്നുമില്ല. അപ്പോഴത്തേന് ഇത് നല്ലോണം അടിഭാഗം വിട്ടുകൊണ്ട് വരും. അപ്പത്തിന് ആ സമയം കൊണ്ട് നമ്മളിത് പിന്നെ സെറ്റ് ചെയ്യാതെ പാത്രത്തിൻ്റെ അടിയിൽ നെയ്യോ എന്തെങ്കിലുമൊക്കെ എണ്ണ തടവിയിട്ട് അതിൻ്റെ അടിഭാഗത്തും നമ്മൾ ഇതേപോലെ തേങ്ങയും അണ്ടിപ്പരിപ്പും ഒക്കെ നല്ലോണം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെയാണ് ഇത് ഇട്ട് കൊടുത്തെങ്ങാണ്ട് നല്ലോണം ഒന്ന് ഫില്ല് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ മേൽഭാഗത്തും നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചിടും, 2 ഭാഗത്തും ഉണ്ടാവും. നമുക്കിതിനെ പിന്നെ ഇതേപോലത്തെ ചട്ടകോ അതല്ലെങ്കിൽ സ്പൂണൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ല ഫിനിഷാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്കതിൻ്റെ മേലെതാ ഇങ്ങനെ ഇതേപോലെ നിരത്തി കൊടുക്കുക.
അപ്പം നല്ല ടേസ്റ്റാട്ടോ, അടിപൊളിയാണ്. നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല സൂപ്പറാണ്. മാങ്ങ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന മാതിരി തന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. അസ്സലാമു അലൈക്കും.